ചേട്ടാ ചേച്ചി ആരാണ്? ഞാൻ ആ രാജേട്ടൻ പണിക്ക് ആളെ വേണമെന്ന് പറഞ്ഞിട്ട് വന്നാണ്. ഞാൻ അമ്മേനെ വിളിക്കാം. ആരാ മോളെ? പണിക്ക് വന്നതാണ്. നീയാ ചെറുപ്പത്തില് കടയിൽ നിന്ന് മോഷ്ടിച്ചിട്ട് എല്ലാരും കൂടി പിടിച്ചത് ആ പയ്യനല്ലേ നീ? ചേച്ചി അത് ആ ചെറുപ്പത്തിൽ അറിവില്ലാത്ത പ്രായത്തിൽ സംഭവിച്ചു പോയല്ലേ. ഞാനിപ്പോ പണിയെടുത്താ ജീവിക്കണത്. എന്നെ ആ കണ്ണുകൊണ്ട് കാണല്ലേ. ഓ ചൊട്ടയിലെ ശീലം ചുടല്ല വരെ നീ എന്നോട് പറയാൻ നിക്കണ്ട. അമ്മേ, അയാള് പറഞ്ഞു കേട്ടില്ല അയാൾ ഇപ്പൊ പണിയെടുത്താ ജീവിക്കണേന്ന്. അമ്മ എന്തിനിപ്പൊ അയാൾ അങ്ങനെ പറഞ്ഞ് വേദനിപ്പിക്കണത്? ചേട്ടാ ബാത്റൂമാ പണിയാളെ പുറകില, ചേട്ടൻ അങ്ങോട്ട് പോയിക്കോ. അമ്മ, ആ പണിക്കാരനെ അവിടെ നിപ്പുണ്ട്, അയാളുടെ പണിക്കാശ് കൊടുക്ക്. ബാക്കിയില്ലാത്ത വെച്ചേരും ആ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചേരും കേട്ടോ. എന്നാ നിന്റെ പണി കാശി, ഇനിയെങ്കിലും പണിയെടുത്ത് ജീവിക്കുക കേട്ടോ, അല്ലെ നാട്ടുകാരുടെ തല്ലുകൊള്ളു. ചേച്ചി എൻ്റെ വർക്കിംഗ് ഡ്രസ്സും പണി സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഞാൻ വൈകിട്ട് വന്ന് എടുത്തേക്കാം. എനിക്ക് വേറൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഓ ഇനി വൈകിട്ട് എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇവളിതെങ്ങാട് പോയി? ശാലു, ശാലു മോളെ, ശാലു ഇതെവിടെ പോയി? എന്താ ചേച്ചി, മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന എന്നെ നിങ്ങൾ കള്ളനാക്കി. എന്നാൽ പിന്നെ കട്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് 2 സാധനങ്ങൾ ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഒന്ന് നിങ്ങളുടെ പണവും സ്വർണവും അടങ്ങുന്ന ബാഗ്, 2 നിങ്ങളുടെ മകൾ. പോട്ടെ ചേച്ചി, അല്ല അമ്മച്ചി. അയ്യോ